ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് എളുപ്പത്തിൽ ചെയ്ത് നല്ല രീതിയിൽ തൊട്ട് അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുത്ത് ഒരു ബിസിനസ് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹാൻഡ് വാഷാണ് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ഹാൻഡ് വാഷ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ്, പിന്നെ ഒരു തടി കൊണ്ടുള്ളൊരു കമ്പ്. ഒരു കാരണവശാലും സ്റ്റീൽ കമ്പുകളോ ഇരുമ്പ് കമ്പോ ഉപയോഗിക്കരുത്. ബക്കറ്റ് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള പഴയ ബക്കറ്റാലും മതി, പ്ലാസ്റ്റിക് ബക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് SLS പൗഡർ ഉപയോഗിക്കുന്നവരുണ്ട്, ഗ്രാനുവൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് SLS എന്ന് പറയുന്ന SLSൻ്റെ നീഡിലാണ്. ഇത് നീഡിൽ നമ്മൾ ഇതിന് പതയും കട്ടിയും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സാൾട്ട് വേണം. പിന്നെ നമുക്ക് കളർ, ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന കളർ യെല്ലോ കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് SLS ലിക്വിഡാണ്. നമുക്ക് വേണ്ടത് SLS നീഡിലും SLS ലിക്വിഡും, നമ്മൾ 1 ലിറ്റർ ലിക്വിഡും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ. പിന്നെ നമുക്ക് വേണ്ടത് പെർഫ്യൂമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമ്മളെ വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നിങ്ങളെ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് 20 ലിറ്റർ അളവിലാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കതിന് വേണ്ടത് 18 ലിറ്റർ വെള്ളം നമ്മളിപ്പോൾ ഈ ബക്കറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റിനകത്ത് ഒരു 18 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 18 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ SLS എന്ന് പറയുന്ന നീഡിലാണ്. SLS എന്ന് പറയുന്ന നീഡിലാണ്. ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കഴക്കൂടത്തൊരു ഷോപ്പുണ്ട്. ആവശ്യക്കാർ കഴക്കൂടത്ത് ഭാഗത്തുള്ളവർക്ക് നമ്മൾ ബന്ധപ്പെടുന്ന സാധനങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 18 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ SLS നീഡിൽ നമ്മൾ ഉപയോഗിക്കും. മറ്റു ചില വീഡിയോകളിൽ SLS പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് SLS നീഡിലാണ്. നമ്മൾ 1 കിലോ SLS നീഡിൽ 20 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഈ സ്റ്റിക്ക് വെച്ച് ഇത് നല്ലതുപോലെ മിക്സ് ആവുന്നത് പോലെ ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് ഒരേ റൊട്ടേഷനിൽ, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്, ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, ഒരേ റൊട്ടേഷനിൽ മാത്രം നമ്മളിത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ SLS ലിക്വിഡ് ചേർക്കുന്നതിന് മുമ്പായി SLS നീഡിൽ നല്ലതുപോലെ ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് 7 മിനിറ്റോളം നമ്മളിങ്ങനെ ഒരേ റൊട്ടേഷനിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ നല്ല രീതിയിൽ SLS നല്ലതുപോലെ SLS നീഡിൽ ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് 1 കിലോ SLS ലിക്വിഡാണ്. അപ്പോൾ SLS നീഡിൽ മിക്സ് ആയതിനു ശേഷം SLS ലിക്വിഡ് 1 കിലോ. നമ്മൾ ആദ്യം ഉപയോഗിച്ചത് 1 കിലോ SLS പൗഡർ അല്ലെങ്കിൽ SLS നീഡിൽ. ഇത് നമുക്ക് ആദ്യം ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കാണിക്കുന്ന അളവെന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലിലും വീടുകളിലും മറ്റും കൈക്ക് അലർജിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും 20 ലിറ്റർ അളവിലാണ് നിങ്ങളെ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ 1 കിലോ SLS നീഡിലിൻ്റെ കൂടെ 1 കിലോ SLS ലിക്വിഡും ആഡ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ളായി ഈ ലിക്വിഡിനകത്തേക്ക് വീഴും. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അതേ രീതി തന്നെ വലത്തോട്ട് തന്നെ നമ്മൾ എങ്ങോട്ടാണ് ആദ്യം ഇളക്കിയത് ആ സൈഡിലൂടെ തന്നെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. SLS ലിക്വിഡ് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പെർഫ്യൂമാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ലൈറ്റ് പെർഫ്യൂമാണ്. നാരങ്ങയുടെ മണമാണ്. നമുക്ക് ഇഷ്ടമുള്ള മണം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നാരങ്ങയുടെ മണം ഉപയോഗിക്കുന്നത് നമുക്ക് 2 ആവശ്യത്തിന് ഈ ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റും. ഹാൻഡ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം, ഡിഷ് വാഷ് ജെല്ലായിട്ടും ഇത് ഉപയോഗിക്കാം. നമ്മൾ പതിയെ ഒരേ സൈഡ് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഒരേ സൈഡിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ പെർഫ്യൂം കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ നല്ല രീതിക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പെർഫ്യൂം നല്ലതുപോലെ 1 മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെർഫ്യൂം ഇതുമായി മിക്സായി കഴിയും. പിന്നെ നമുക്ക് കളർ ചേർക്കാം. ഞാനിപ്പോൾ കളർ ചേർക്കുന്നത് ഫുഡ് കളറാണ്, യെല്ലോ കളറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഹാൻഡ് വാഷിന് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ യെല്ലോ കളറാണ്. ആവശ്യത്തിന് ഒരു 2 ഗ്രാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിക്കുള്ള കളർ നമുക്ക് കിട്ടും. അവരുടെ ആവശ്യത്തിന് കളർ നിർബന്ധമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കളർ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കളർ നിർബന്ധമാണ്.
കളർ നല്ലതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ കറക്കി കൊടുത്തുകൊണ്ട് കളർ നല്ലതുപോലെ മിക്സ് ആക്കുക. മിക്സ് ആയതിനു ശേഷം നമ്മൾ 1 കിലോ, ഈ 20 ലിറ്ററിന് നമ്മൾ 1 കിലോ സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ജി സാൾട്ട് എന്ന് പറയുന്ന സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ സാൾട്ട് കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാൾട്ട് നമുക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടെ നല്ലത് ജി സാൾട്ടാണ്. കെമിക്കൽ ഷോപ്പുകളിൽ നമ്മൾ ഈ SLS ലിക്വിഡൊക്കെ മേടിക്കുന്ന കടകളിൽ സാൾട്ട് ചോദിച്ചാൽ അവർ തരും. അത് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. കളർ നല്ല മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ നോക്കുക. കളർ നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് സാൾട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പതിയെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒരേ സൈഡ്, നമ്മൾ ആദ്യം ഏത് സൈഡിലോട്ടാണ് ചെയ്തത് അതേ സൈഡിലേക്ക് തന്നെ ഇത് കറക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 20 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ 1 കിലോ സാൾട്ടാണ് ഉപയോഗിച്ചത്. ഇത് ഉപയോഗിക്കുന്നത് ഇത് കട്ടിയാകാൻ വേണ്ടിയാണ്, നമുക്ക് നല്ല ജെല്ല് പോലെ കട്ടിയാകാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കൈക്കും എല്ലാം നല്ല തിളക്കവും മറ്റൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗ്ലിസറിൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ഗ്ലിസറിൻ, ഒരു 5 ml ഗ്ലിസറിനും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ വലത്തോട് തന്നെ ഇളക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ സാൾട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വലത്തോട് തന്നെ ഇത് കറക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് നല്ല കട്ടിയുള്ള, നോക്കും, സ്റ്റിക്കിൽ നിന്ന് പോലും വീഴാത്ത രീതിയിൽ നല്ല കട്ടിയുള്ള, സ്റ്റിക്കിൽ നിന്ന് പോലും വീഴാത്ത രീതിയിൽ നല്ല കട്ടിയുള്ള ഹാൻഡ് വാഷ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.